രാജ്യത്ത് പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട് ചില പ്രധാന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി LPG ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. പ്രതിദിനം 55 മുതൽ 50 ലക്ഷം വരെ ബുക്ക് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 75 ലക്ഷത്തോളം എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ബുക്കിംഗിൽ ഏകദേശം 40% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ വർധനവിന് പിന്നിൽ യഥാർത്ഥത്തിലുള്ള ക്ഷാമമല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള പാനിക് ബൈയിങ് ആണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പാചകവാത വിതരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് പലരെയും മുൻകൂട്ടി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പ്രതിദിനം 50 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും രാജ്യത്ത് നിലവിൽ സ്റ്റോക്കിന് കുറവില്ലെന്നും മന്ത്രാലയം ഉറപ്പു നൽകുന്നു. ഈ പ്രതിസന്ധി നേരിടാൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. PNG ഉപയോഗം. പൈപ്പ് വഴി പാചകവാതം ലഭിക്കുന്ന സൗകര്യമുള്ളവർ സിലിണ്ടറുകളിൽ നിന്ന് അവിടേക്ക് മാറാൻ സർക്കാർ ആവശ്യപ്പെടുന്നു. ഏകദേശം 1.5 കോടി വീടുകളിൽ നിലവിൽ PNG ഉണ്ട്. പൈപ്പ് ലൈൻ ശൃംഖലയ്ക്ക് അടുത്തുള്ള 60 ലക്ഷം വീടുകൾ കൂടി ഉടൻ ഈ കണക്ഷൻ എടുക്കാവുന്നതാണ്. ഡിജിറ്റൽ ബുക്കിംഗ്. ഗ്യാസ് ഏജൻസികൾ നേരിട്ട് പോയി തിരക്ക് കൂട്ടാതെ വാട്സ്ആപ്പ്, SMS അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ വഴി ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ 83% ബുക്കിങ്ങുകളും ഡിജിറ്റൽ വഴിയാണ് നടക്കുന്നത്. എന്നാൽ ഈ അവസരം മുതലെടുത്ത് പലയിടത്തും ഗ്യാസുകൾ പൂഴ്ത്തിവെക്കുകയും കരിഞ്ചന്ത കച്ചവടം നടക്കുകയും ചെയ്യുന്നു എന്ന കാര്യം സർക്കാർ ഗൗരവമായി തന്നെ കാണുന്നു. ഇത്തരം കാര്യങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഉത്തർപ്രദേശിലെ ധാൻസിയിലും ഹാപ്പൂരിലും നിയമവിരുദ്ധമായി സിലിണ്ടറുകൾ സൂക്ഷിച്ച ഗോഡൌണുകൾ സീൽ ചെയ്തു. കർണാടക, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രത്യേക സംഘങ്ങൾ മിന്നൽ പരിശോധനകൾ നടത്തി വരികയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകുമ്പോഴും ഹോട്ടൽ, ടൂറിസം മേഖലകളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വാണിജ്യ സിലിണ്ടറുകളുടെ ശരാശരി പ്രതിമാസ ആവശ്യകതയുടെ 20% ഉടൻ ലഭ്യമാക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇത് റെസ്റ്റോറന്റുകളുടെയും മറ്റും പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അതേസമയം രാജ്യത്ത് പ്രശ്നങ്ങളില്ല, സിലിണ്ടറുകൾക്ക് ക്ഷാമമില്ല എന്ന കാര്യമാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചത് ഇന്ത്യ ബാധിക്കും എന്ന് പറയുന്നതിൽ യാതൊരു വ്യക്തതയുമില്ലെന്നും ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ആവശ്യത്തിനുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കുന്നു.